വരേണമേ, വേഗം വരേണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടേണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൽ സ്നേഹിക്കപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും അട്ടപ്പാടിയിലുള്ള സെഹിയോൻ ധ്യാനകേന്ദ്രം തയ്യാറാക്കുന്ന മാറാനാഥ എന്ന ആത്മീയ വിരുന്നിലേക്ക് യേശുവിൻ്റെ അത്ഭുതകരമായ നാമത്തിൽ സ്നേഹത്തോടെ സ്വാഗതം. നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം, യേശു വീണ്ടും നമ്മെ കാണും എന്നതിനെ പറ്റിയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, പുത്രനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മേൽ വാഗ്ദാന പ്രകാരമുള്ള ആത്മാവിനെ അയക്കണമേ. കർത്താവേ, പത്രോസും പൗലോസും യാക്കോബും യോഹന്നാനും മറ്റു ശിഷ്യന്മാരും യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ കേട്ടുകൊണ്ടിരുന്നവരിലേക്ക് ആത്മാവിൻ്റെ അഭിഷേക പേമാരി വർഷിച്ചതുപോലെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല മക്കളുടെ മേലും നിന്റെ ആത്മാവിനെ അയക്കണമേ. സ്വർഗീയ പിതാവേ, പുത്രനായ യേശുക്രിസ്തു അടിയങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവാഹം ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിൽ ഉണ്ടാകുവാൻ വേണ്ടി കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ച് ഒന്നു ചേർന്ന് മക്കളായി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. വചനത്തിന്റെ അഭിഷേകം നൽകണമേ, തിരുരക്തത്തിന്റെ അഭിഷേകം നൽകണമേ, പിശാചിന്റെ കോട്ടകളെ തകർക്കുന്ന അഭിഷേകം തരണമേ. ഓ കർത്താവെ, വലിയ പ്രത്യാശയും പ്രതീക്ഷയും നൽകി നിന്റെ ജനത്തെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു: ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. അത് ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാഥൻ കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകിയിട്ടുള്ളൊരു വലിയ വാഗ്ദാനമാണിത്. സ്നേഹത്തിൻ്റെയും വലിയ പ്രത്യാശയുടെയുമായിട്ടുള്ള ഒരു വചനമാണിത്. ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ്, ഈശോ പറയുകയാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ഈ ദുഃഖം അത് സന്തോഷമായിട്ട് മാറും. ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. അത്തരമൊരു സന്തോഷമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സന്തോഷം നമുക്ക് നൽകാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. അതിനുവേണ്ടി ഈശോ പറയുന്ന മനോഹരമായ കാര്യം ഇതാണ്: ഞാൻ വീണ്ടും നിങ്ങളെ കാണും. ഈ ലോകം വിട്ട് പിതാവിൻ്റെ പക്കലേക്ക് പോകാൻ സമയമായെന്നറിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ തന്നെ അടുത്തേക്ക് ചേർത്ത് വിളിച്ച് അവരുടെ കാതുകളിൽ മന്ത്രിച്ചു കൊടുത്ത പരിശുദ്ധ വചനങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 14, 15, 16, 17 അധ്യായങ്ങളിലൊക്കെ വിവരിച്ചിട്ടുള്ളത്. അതിൽ 16-ാമത്തെ അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ വീണ്ടും നിങ്ങളെ കാണും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു വീണ്ടും നമ്മളെ കാണും എന്നൊരു കാര്യത്തിൻ്റെ ഒരു പ്രത്യേക വശങ്ങളെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അവൻ വീണ്ടും കാണുമെന്ന് പറഞ്ഞാൽ അവൻ വീണ്ടും കൃപ ചെയ്യുമെന്നർത്ഥം, അവൻ വീണ്ടും സ്പർശിക്കുമെന്നർത്ഥം, അവൻ വീണ്ടും നിന്റെ ജീവിതത്തിൽ ഇടപെടുമെന്നർത്ഥം. അവൻ വീണ്ടും കാണാൻ തയ്യാറുള്ള, വീണ്ടും സ്പർശിക്കാൻ മതിയായ, വീണ്ടും അഭിഷേകം ചൊരിയാൻ മതിയായ ഒരു ദൈവമാണ്. അതാണ് യേശു പറഞ്ഞു, ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അതൊരു പക്ഷേ നമ്മുടെ ഇനീഷ്യേറ്റീവ്, നമ്മുടെ താല്പര്യം കൊണ്ടോ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടോ അല്ല, അവൻ്റെ കൃപ. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവൻ വീണ്ടും നമ്മളെ കാണും. നമ്മുടെ ജീവിതത്തിൽ സമസ്ത മേഖലകളിലും അവൻ നമ്മളെ കാണും. ഇതിന് വലിയൊരു ദൈവിക അർത്ഥമുണ്ട്, ദൈവശാസ്ത്രപരമായ മാനമുണ്ട്. ഇന്ന് ആദ്യമായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത്,
ഈ ലോകത്തിൽ വെച്ച് തന്നെ അവൻ വീണ്ടും നമ്മളെ സ്പർശിക്കുന്ന, വീണ്ടും നമ്മളെ കാണുന്ന അനുഭവങ്ങൾ പലരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. യേശു വീണ്ടും കൃപ ചൊരിയുന്ന ഒരനുഭവം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ വർഷം ഇംഗ്ലണ്ടിലെ ഒരു സ്ഥലത്ത് ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അട്ടപ്പാടിയിലുള്ളൊരു സഹോദരനും ധ്യാനത്തിൽ സഹായിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് വട്ടായച്ചനാൽ പറഞ്ഞയക്കപ്പെട്ടു. അങ്ങനെ അവിടെ ഒരു സ്ഥലത്ത് ഞങ്ങൾ ധ്യാനം നടത്തി കഴിഞ്ഞപ്പോൾ ഒരു തകർന്നൊരു കുടുംബം പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ആ കുടുംബത്തിൻ്റെ പ്രത്യേകത, കുടുംബനാഥന് ഭയങ്കരമായ മദ്യപാനത്തിൻ്റെ ആസക്തിയാണ്. മദ്യപിച്ച് അദ്ദേഹം വീട്ടിൽ വഴക്കുണ്ടാക്കും, ഭാര്യയെ തല്ലും. അതുപോലെ തന്നെ അദ്ദേഹം വണ്ടി ഓടിക്കുമ്പോൾ ഒരു ലക്കും ലഗാനില്ലാണ്ട് ഓടിക്കും. അദ്ദേഹത്തെ പോലീസ് അങ്ങനെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ഡ്രൈവിംഗ് ലൈസൻസ് കട്ട് ചെയ്തു. പലതരത്തിലുള്ള തകർച്ചയാണ് ആ കുടുംബത്തിലുള്ളത്. അങ്ങനെ അവസാനം അവർ മടുത്തു. ആ ഭാര്യ മടുത്ത് ഈ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ഡൈവോഴ്സിനെ കുറിച്ച് ചിന്തിച്ചു. അത്രമാത്രം കഠിനമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയാണ് കുടുംബം കടന്നുപോയത്. അവർ പറയാണ്, സ്വന്തം കുട്ടികളെ അപ്പൻ്റെ കൂടെ പറഞ്ഞയക്കാൻ പേടിയാണ്. കാരണം ഇയാളെ എങ്ങോട്ടേക്കാണ് ഈ വണ്ടി കൊണ്ടുപോയി കയറ്റുന്നത്, അപകടം സംഭവിക്കുമെന്ന് പേടിയാണ്. ചില പ്രാവശ്യം വണ്ടി ഓടിച്ചപ്പോൾ പോലീസ് അദ്ദേഹത്തെ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു തകർന്ന കുടുംബം. ഈ ഒരു തകർന്ന കുടുംബത്തിൽ യേശുക്രിസ്തുവിന്റെ വചനത്തിന്റെ അഭിഷേകം കടന്നു ചെല്ലുകയാണ്. ധ്യാനത്തിന്റെ സമയത്ത് ആ കുടുംബം വചനം കേൾക്കാൻ വേണ്ടി വന്നു. അതിനുശേഷം കൗൺസിലിംഗ് നടത്താൻ വേണ്ടി വന്നു. കൗൺസിലിംഗ് നടത്തിയ ബ്രദർ ഇപ്രകാരം പറഞ്ഞു, ഭർത്താവിൽ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഭർത്താവിൽ വിശ്വാസത്തിന്റെ അഭിഷേകം വർദ്ധിക്കാൻ വേണ്ടി നീ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണം. വെറുത്ത് പ്രാർത്ഥിച്ചാൽ അഭിഷേകം ഉണ്ടാവുകയില്ല, ഇടപെടൽ ഉണ്ടാവുകയില്ല. സ്നേഹിച്ച് പ്രാർത്ഥിക്കണം. ഇതേതായാലും ആ ഭാര്യയുടെ ഹൃദയത്തിൽ തറഞ്ഞു കയറി. അവൾ നിശ്ചയിച്ചു, ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ കർത്താവ് എൻ്റെ പങ്കാളിയെ വീണ്ടും കാണുന്ന ഒരു ദിവസം ഉണ്ടാകുമെന്ന് വിശ്വസിച്ച് ആ സഹോദരി പ്രാർത്ഥനയിൽ ശക്തി പ്രാപിച്ചു. എല്ലാ ദിവസവും ഭർത്താവിന് വേണ്ടി വിശ്വാസ പ്രമാണം ചൊല്ലി അവർ പ്രാർത്ഥിക്കും. ഇടയ്ക്കിടയ്ക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ പങ്കാളിയിൽ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യത്തെ ആ ധ്യാനത്തിൽ അദ്ദേഹത്തിന് വലിയ മാറ്റം ഉണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ മദ്യപാനം അദ്ദേഹം മാറ്റിയില്ല എന്ന് ചുരുക്കം. പക്ഷേ ഈ ഭാര്യ പ്രാർത്ഥന കുറച്ചില്ല. അവര് നിർബന്ധപൂർവ്വം കർത്താവിൻ്റെ അടുത്തിരുന്ന് എളിമപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം ഭാര്യ നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ടി പോകുമ്പോൾ ഭർത്താവ് ഒരു കുപ്പി മദ്യം എടുത്ത് ഒരു ഗ്ലാസ് എടുത്ത് വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കുടിക്കാൻ വേണ്ടി. അങ്ങനെ അദ്ദേഹം മദ്യം ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അത് ചുണ്ടോട് അടുപ്പിച്ച് കഴിയുമ്പോൾ എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ശക്തി ഇദ്ദേഹത്തിൻ്റെ മേൽ നിറയുന്നൊരു അനുഭവം അദ്ദേഹത്തിന് ഉണ്ടാകുകയാണ്. അദ്ദേഹത്തിന് ആ മദ്യം കുടിക്കാൻ പറ്റുന്നില്ല. ആ മദ്യത്തിൻ്റെ മണം അദ്ദേഹത്തിന് അരോചകമായി തോന്നുന്നു. അദ്ദേഹത്തിന് ആകപ്പാടെ ഒരു പ്രത്യേക അസ്വസ്ഥതയുണ്ടായി. അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അദ്ദേഹം ആ മദ്യം കൊണ്ടുപോയി ക്ലോസറ്റിൽ കൊണ്ടുപോയി ഒഴിച്ചു കളഞ്ഞു. ആ കുപ്പി അദ്ദേഹം തല്ലിപ്പൊട്ടിച്ചു. അന്ന് രാത്രിയിൽ, ആ ദിവസം തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പ്രത്യേക തരത്തിൽ അദ്ദേഹത്തെ സ്പർശിച്ചു. യേശു വീണ്ടും അദ്ദേഹത്തെ കണ്ട ഒരു രാത്രിയായിട്ട് ആ രാത്രി മാറി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു ദിവസമായിട്ട് ആ ദിവസം മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിറ്റേ ദിവസം ഭാര്യ വന്നപ്പോൾ അയാൾ എളിമപ്പെട്ടു, ഇതെല്ലാം ഏറ്റുപറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ചേഞ്ച്, ഒരു വലിയ മാറ്റം പരിശുദ്ധാത്മാവ് നടത്തി. പ്രിയപ്പെട്ടവരെ, ഈ കുടുംബം ഈ ഒരു സംഭവം എന്നോട് പറഞ്ഞപ്പോൾ 90-ാം സങ്കീർത്തനത്തിൻ്റെ 15-ാമത്തെ വാക്യമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അങ്ങ് ഞങ്ങളെ പീഡിപ്പിച്ചെടുത്തോളം വർഷങ്ങളും ഞങ്ങൾ ദുരിതം അനുഭവിച്ചെടുത്തോളം ദിവസങ്ങളും സന്തോഷിച്ചുല്ലസിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സങ്കീർത്തകൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു പ്രാർത്ഥനയാണത്. ഞങ്ങൾ ദുരിതം അനുഭവിച്ചിടത്തോളം വർഷങ്ങൾ സന്തോഷിച്ചുല്ലസിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുടുംബത്തിൻ്റെ ആ തകർച്ചയുടെ ശക്തി അങ്ങോട്ട് വിട്ടുപോയി. യേശു വീണ്ടും ആ കുടുംബത്തെ സ്പർശിച്ചപ്പോൾ, യേശു വീണ്ടും ആ കുടുംബത്തെ കണ്ടപ്പോൾ, യേശു വീണ്ടും ആ കുടുംബത്തിൻ്റെ മേൽ അഭിഷേകത്തിൻ്റെ തൈലം ഒഴുക്കിയപ്പോൾ ആ കുടുംബത്തിൻ്റെ ദുഃഖം സന്തോഷമായിട്ട് മാറി. അതാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. യുവർ സോറോ വിൽ ബി ടേൺഡ് ഇൻടു ജോയ്. നിന്റെ ദുഃഖം സന്തോഷമായിട്ട് മാറ്റും. ഈശോ പറയുകയാണ്, ആരും അത് നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു ലോകത്തിൻ്റെ ശക്തിക്കും എടുത്തു കളയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സന്തോഷം നൽകാൻ മതിയായവനാണ് യേശുക്രിസ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ആ കുടുംബത്തെ അഭിഷേകം ചെയ്തപ്പോൾ ആ കുടുംബം പറയാണ്, അച്ഛാ, ഞങ്ങൾക്കിപ്പോൾ വലിയ ആനന്ദമാണ്. അദ്ദേഹം പറയും, 25 കൊല്ലമായി ഞാൻ കുടിച്ചു നടന്നപ്പോൾ എനിക്കുണ്ടായ ഒരു ചെറിയ സുഖമുണ്ടല്ലോ, അതിനേക്കാൾ ആയിരക്കണക്കിന് മടങ്ങ് വലിയ സന്തോഷവും ആനന്ദവുമാണ് അച്ഛ ഇപ്പോൾ ഉള്ളത്.
അപ്പം അദ്ദേഹം എൻ്റെ കൂടെ ശുശ്രൂഷയ്ക്കായിട്ട് സഹായിക്കാൻ വരുന്ന അദ്ദേഹവും കുടുംബവും പല സ്ഥലങ്ങളിലും സാക്ഷ്യം പറയാൻ വേണ്ടി വരുന്നു. ഏതെങ്കിലും കുടുംബത്തിൽ മദ്യപാനത്തിൻ്റെ കെട്ടിൽ ആളുകൾ കഴിഞ്ഞാൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ ആ വീട്ടിൽ പോകും. അവരോട് സുവിശേഷം പ്രസംഗിക്കും, അവരോട് യേശുവിനെ കുറിച്ച് പറയും, അവരെ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരും, ധ്യാനത്തിലേക്ക് കൊണ്ടുവരും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ആ കുടുംബത്തെ കണ്ടപ്പോൾ, യേശു വീണ്ടും ആ കുടുംബത്തെ കണ്ടപ്പോൾ അവരുടെ ദുഃഖം എല്ലാം മാറി സന്തോഷം ഉണ്ടായി. ആ സന്തോഷം അനേകരിലേക്ക് ഒരു പകർന്നു കൊടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ കുടുംബത്തെ വീണ്ടും കാണാൻ മതിയായ ദൈവമാണ്. ഒരുപക്ഷെ തളം കെട്ടിക്കിടക്കുന്ന ഒരുപാട് ദുഃഖങ്ങൾ, ഒരുപാട് ഭാരങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കാണുമായിരിക്കും. രക്ഷയില്ല എന്ന് വിചാരിച്ച് മനസ്സ് തകർന്നിരിക്കുമ്പോഴായിരിക്കും പ്രിയപ്പെട്ടവരെ ഈ വചനങ്ങൾ നിങ്ങൾ കേൾക്കുന്നത്. നിശ്ചയമായും നിർബന്ധമായും ഈ വചനത്തിൽ പറഞ്ഞിട്ടുള്ള കർത്താവായ യേശു ക്രിസ്തു നിന്റെ കുടുംബത്തെയും കാണും. അങ്ങനെ ഒരു ദിവസം ഉണ്ടാകും പ്രിയപ്പെട്ട സഹോദര സഹോദരി. അങ്ങനെ ഒരു ദിവസം കടന്നു വരും നിന്റെ ജീവിതത്തിൽ. നീ പ്രത്യാശിക്കുക. അതുകൊണ്ടാണ് 42-ാം സങ്കീർത്തനത്തിൽ 43-ാമത്തെ സങ്കീർത്തനത്തിലും ആവർത്തിച്ച് ദൈവത്തിന്റെ വചനം നമ്മളൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തകൻ പറയുകയാണ്, എൻ്റെ ആത്മാവേ നീ എന്തിന് വിഷാദിച്ചുടലുന്നു, നീ എന്തിനു നെടുവീർപ്പിടുന്നു, നീ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എൻ്റെ സഹായവും എൻ്റെ രക്ഷകനുമായ ദൈവത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. അതിൽ ആ വീണ്ടും എന്നുള്ള വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഞാൻ ദൈവത്തെ പുകഴ്ത്തും, ഞാൻ വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തും. അപ്പോൾ യേശു വീണ്ടും നമ്മളെ കാണണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വീണ്ടും യേശുവിനെ പുകഴ്ത്തുക എന്നുള്ളതാണ്. വീണ്ടും യേശുവിനെ വിളിക്കുക എന്നുള്ളതാണ്. വീണ്ടും യേശുവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ യേശു വീണ്ടും നമ്മളെ സന്ദർശിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. 30-ാമത്തെ സങ്കീർത്തനം 11-12 വാക്യങ്ങൾ. അവിടെ ഇപ്രകാരം വചനം പഠിപ്പിക്കുന്നു, അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമായി മാറ്റി, അവിടുന്ന് എന്നെ ചാക്കുവസ്ത്രമഴിച്ച് ആനന്ദമണിയിച്ചു. ഞാൻ മൗനം പാലിക്കാതെ അങ്ങയെ പാടിപ്പുകഴ്ത്തും. ദൈവമായ കർത്താവേ, ഞാൻ അങ്ങേക്ക് എന്നും നന്ദി പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടുന്ന് എൻ്റെ ചാക്കുവസ്ത്രം അഴിച്ചു, അവിടുന്ന് എൻ്റെ വിലാപത്തെ മാറ്റി. ചെയ്യുന്നത് ദൈവമാണ്. അവൻ ചെയ്യും, ചെയ്യാതിരിക്കാൻ അവന് പറ്റുകയില്ല. കാരണം അവൻ പറഞ്ഞു, നിങ്ങൾ ദുഃഖിതരാണിപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ആ ദുഃഖം അങ്ങോട്ട് മാറി വലിയ സന്തോഷം നിങ്ങൾക്കുണ്ടാകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് നമുക്ക് ചെയ്തു തരും. ഈ ജീവിതത്തിൽ തന്നെ ചെയ്തു തരാൻ മതിയായവനാണ് ദൈവത്തിൻ്റെ ആത്മാവ്. അവൻ വീണ്ടും നമ്മളെ സ്പർശിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യേശു ചില വ്യക്തികളെ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ സ്പർശിക്കും. ചിലരെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടായില്ല. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 22 മുതലുള്ള വാക്യങ്ങളിൽ ഒരു അന്ധനെ കുറെ ആൾക്കാർ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു എന്ത് ചെയ്തു? യേശു ആദ്യം തുപ്പൽ കൊണ്ട് കുറച്ച് ചെളിയൊക്കെ ഉണ്ടാക്കി അവൻ്റെ കണ്ണുകൾ പൂശി അവനെ തൊട്ടു. എന്നിട്ട് ചോദിച്ചു, നീ കാണുന്നുണ്ടോ? അവൻ പറഞ്ഞു, കാണുന്നുണ്ട്, പക്ഷേ മനുഷ്യനെ മരത്തെ പോലെയാ കാണുന്നത്. ബൈബിൾ പറയുകയാണ്, യേശു വീണ്ടും അവൻ്റെ മേൽ കൈകൾ വെച്ചു. യേശു വീണ്ടും അവനെ തൊട്ടു. നമ്മുടെ നാഥൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഒരുപക്ഷെ ഈ വചനം കേൾക്കുമ്പോൾ ചില കുടുംബാംഗങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എൻ്റെ മോൻ എൻ്റെ മോൾ ഒരു ധ്യാനം കൂടി, ആദ്യം കുറച്ച് കാലത്തേക്ക് വ്യത്യാസം ഉണ്ടായി, വീണ്ടും പഴയപടിയാണല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ദുഃഖിക്കുന്നുണ്ടായിരിക്കും. ഒരുപക്ഷെ ചില സഹോദരന്മാർ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഞാൻ പണ്ട് മദ്യപാനമൊക്കെ മാറ്റിയതാണ്, വീണ്ടും പെട്ടുപോയല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, വീണ്ടും യേശു അവൻ്റെ മേൽ കൈകൾ വെച്ചു. യേശു വീണ്ടും അവൻ്റെ മേൽ കൈകൾ വെച്ചപ്പോൾ അവൻ്റെ കെട്ടുപൊട്ടി എന്ന് പറഞ്ഞാൽ അർത്ഥം, എത്ര പ്രാവശ്യം തൊടാനും മതിയായവനാണ് നിന്റെ ദൈവം. അവിടുന്ന് വീണ്ടും വീണ്ടും തൊടാൻ തയ്യാറായിരിക്കുകയാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞ വചനം, ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ്, എന്നാൽ വീണ്ടും ഞാൻ നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കിയേ സക്കേബൂസിന്റെ കാര്യം. ആരാണ് അതിന് ഇനീഷ്യേറ്റീവ് എടുത്തത്? ആരാണ് അതിനൊരു മുൻകൈ എടുത്തത്? യേശുവാണ്. യേശു പറഞ്ഞു, എനിക്ക് ഇന്ന് നിന്റെ വീട്ടിൽ വരണം. യേശു പറഞ്ഞു, എനിക്ക് നിന്റെ വീട്ടിൽ വരണം, എനിക്ക് നിന്റെ കൂടെ താമസിക്കണം, എനിക്ക് നിന്നെ വേണം.
യേശുവാണ് അതിന് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് തമ്പുരാൻ്റെ ഒരു ഇടപെടലാണ്, കർത്താവിൻ്റെ ഒരു ഔദാര്യമാണ്. നമ്മുടെ ശക്തിയല്ല, കർത്താവിൻ്റെ കൃപയാണ് അതിൻ്റെ അടിസ്ഥാനം. റോമാലേഖനത്തിൻ്റെ 9:16 പൗലോസ് ലീഹ പറയുന്നത് പോലെ കർത്താവിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ പോലും അല്ല. തമ്പുരാൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. കർത്താവ് വീണ്ടും കാണണം. അതുകൊണ്ടാണ് കാല് കഴുകുന്ന സമയത്ത് പത്രോസ് ആദ്യം നിരസിച്ചു. അപ്പോൾ യേശു പറഞ്ഞ വചനം ഇതാണ്: ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ പങ്കില്ല. ഞാൻ നിന്നെ കഴുകണം. അപ്പം യേശു നമ്മളെ കഴുകാൻ ആഗ്രഹിക്കുന്നു. യേശു വീണ്ടും നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നു. യേശു വീണ്ടും നമ്മളെ തൊടാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് യേശുവിൻ്റെ ഒരു ആഗ്രഹമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് വലിയ പ്രത്യാശയുടെ ഈ സുവിശേഷം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള സകല നിരാശയുടെ കെട്ടുകളും യേശു അഴിക്കും. എന്തെങ്കിലും പിശാച് നിങ്ങളുടെ ഉള്ളിൽ നിരാശയുടെയോ അല്ലെങ്കിൽ കുറ്റബോധത്തിൻ്റെയോ അശുദ്ധമായ വിത്തുകൾ പാകിയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷങ്ങളിൽ അതെല്ലാം അവൻ്റെ രക്തം കൊണ്ട് അവൻ തുടച്ചു നീക്കാൻ മതിയായവനാണ്. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ചാട്ടുളി പോലെ കടന്നു വന്ന് അഭിഷേകമായി പെരുമഴയായിട്ട് മാറി നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ കുടുംബത്തിലുള്ള ദുഃഖങ്ങൾ സന്തോഷമാക്കി പകർത്താൻ ഒരു കർത്താവ്, ഒരു രക്ഷകൻ, ഒരു യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ്, ഒരു ബോധ്യം പ്രിയപ്പെട്ട സഹോദര സഹോദരി നിന്റെ അവകാശമാണ്. നീ മറക്കരുത്. കാരണം യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഞാൻ കണ്ടിട്ടുണ്ട് എത്രയോ കുടുംബങ്ങൾ, തകർന്ന് തരിപ്പണമായ കുടുംബങ്ങൾ, അവരെ യേശു സ്പർശിച്ചപ്പോൾ അത്ഭുതകരമായ അഭിഷേകം ആ കുടുംബങ്ങൾ പ്രാപിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് സ്പർശിക്കാൻ മതിയായവനാണ്. അവൻ വീണ്ടും നമ്മളെ കാണും. അവൻ വീണ്ടും നമ്മളെ കാണുമ്പോൾ നമ്മുടെ ദുഃഖം എല്ലാം സന്തോഷമായിട്ട് മാറും. എസെക്കിയേലിന്റെ പ്രവചനം അതിന്റെ 36-ാമത്തെ അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ദൈവത്തിന്റെ വചനം ഇപ്രകാരമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്: ഞാൻ നിന്റെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസലഹൃദയം നൽകും, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് കർത്താവിൻ്റെ കൃപ, അതാണ് ദൈവത്തിൻ്റെ ശക്തി. നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു കാത്തിരിക്കണം. ദൈവം സ്പർശിക്കും. സ്പർശിക്കാൻ അവിടുന്ന് മതിയായവനാണ്. അവിടുന്ന് വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നവനാണ്. ഈ കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യേശു നമ്മളെ കാണാൻ ആഗ്രഹിക്കും. യേശു നമ്മളെ സ്പർശിക്കാൻ ആഗ്രഹിച്ച് ജീവിതങ്ങളെ മുഴുവനും കർത്താവിന് വിട്ടുകൊടുക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞ ആ പാവപ്പെട്ട സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറാൻ വേണ്ടി ആഗ്രഹിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മകൾ എന്നറിയാൻ വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, യേശു വീണ്ടും നമ്മളെ കാണുന്നത് പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിലാണ്. യേശു വീണ്ടും നമ്മളെ സ്പർശിക്കുന്നത് തൻ്റെ പരിശുദ്ധാത്മാവിലൂടെയാണ്. അത് വലിയൊരു കൃപയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് അങ്ങോട്ട് ലയിച്ച് നമ്മളെ സ്പർശിക്കുന്നത് ഒരു വലിയൊരു അനുഗ്രഹവും ഒരനുഭവമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു നമ്മളെ സ്പർശിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ്റെ സ്പർശനം നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും മാറ്റിമറിക്കാൻ മതിയായതാണ്. അവനൊന്ന് കണ്ടാൽ, അവനൊന്ന് തൊട്ടാൽ വ്യത്യാസം ഉണ്ടാകും. അവൻ അനേകരെ തൊട്ടിട്ടുണ്ട്. നിന്നെയും തൊടാൻ അവൻ മതിയായവനാണ്. ഒരുപക്ഷേ രോഗത്തിൻ്റെ കെട്ടിൽ കുടുങ്ങി കഴിയുന്ന വ്യക്തിയായിരിക്കും നീ. അവൻ നിന്നെ വീണ്ടും കാണും. അവൻ വീണ്ടും നിന്നെ കാണുന്ന ഒരു അനുഭവം നിനക്കുണ്ടാകുമ്പോൾ നിന്റെ ഉള്ളിലുള്ള ആ ദുഃഖമെല്ലാം അങ്ങോട്ട് പറഞ്ഞു മാറി ഒരു സ്വർഗത്തിൻ്റെ സന്തോഷം ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. ഒരുപക്ഷെ വിട്ടുമാറാത്ത രോഗമാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി, യേശുവിൻ്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ സ്പർശിക്കുമ്പോൾ നിന്റെ ദുഃഖം കംപ്ലീറ്റ് ആയിട്ട് മാറി ഒരു പുതിയ സന്തോഷത്തിൻ്റെ തൈലം അവിടുന്ന് നിന്റെ ശിരസിന്മേൽ ഒഴിക്കാൻ മതിയായവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും തിരുപ്പാദത്തിങ്കിലേക്ക് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങ് വീണ്ടും കാണുമെന്ന് വചനത്തിലൂടെ വാഗ്ദാനം തന്നിട്ടുണ്ടല്ലോ. ഈശോയെ, അങ്ങ് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ്,
എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ വലിയ സന്തോഷത്തിൻ്റെ അഭിഷേകം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ ഒഴുക്കണമേ. യേശുവേ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ തകർന്ന ഹൃദയങ്ങളിലേക്കും നിന്റെ അത്ഭുതകരമായ സമാധാനം ഒഴുക്കണമേ. യേശുവേ, അങ്ങയുടെ വാഗ്ദാന പ്രകാരമായ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന ഹൃദയങ്ങളിലേക്ക് അയച്ച് അവരുടെ ഉള്ളിലുള്ള ഭാരങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, അന്ധകാര ശക്തിയുള്ള ഉപദ്രവങ്ങൾ എല്ലാം എടുത്തു മാറ്റി അത്ഭുത അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഇരുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് തന്നെ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്താൻ പറ്റുന്നവർ കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കുക. യേശു വീണ്ടും നിങ്ങളെ കാണുന്ന സമയമാണല്ലോ ഇത്. യേശു വീണ്ടും നിന്നെ സ്പർശിക്കുന്ന സമയമാണല്ലോ. വിളിച്ച് പ്രാർത്ഥിച്ചേ, യേശുവേ, 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 യേശുവേ. എല്ലാവരും വിളിച്ച് പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, 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 ഞങ്ങളെ വീണ്ടും കാണണമേ. യേശുവേ, ഞങ്ങളെ വീണ്ടും സ്പർശിക്കണമേ. യേശുവേ, ഞങ്ങളെ വീണ്ടും തൊടണമേ. യേശുവേ, ഞങ്ങളെ വീണ്ടും അഭിഷേകം ചെയ്യണമേ. യേശുവേ, 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 യേശുവിന്റെ നാമത്തിൽ, ജീവിക്കുന്ന യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ പ്രാർത്ഥനകൾ സ്വീകരിച്ച് നിന്റെ ഓരോ മകനെയും മകളെയും അത്ഭുതകരമായ അഭിഷേകം ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 16:22 യേശു പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. യേശു പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. വിശ്വാസത്തോടെ ഈ ദിവസം, ഈ നിമിഷങ്ങളിൽ നമ്മൾ തമ്പുരാന്റെ പക്കൽ പ്രാർത്ഥിക്കുകയാണ്. ദുഃഖത്തെ സന്തോഷമായിട്ട് പകർത്താൻ കഴിവുള്ളവനാണ് യേശു ക്രിസ്തു എന്നുള്ള വലിയ വിശ്വാസം ഹൃദയത്തിൽ ആഴപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിരാശയെല്ലാം പ്രത്യാശയാക്കി മാറ്റാൻ കഴിവുള്ളവനാണ് അവിടുന്ന്. നമ്മുടെ വിലാപത്തെ ആനന്ദ ഗാനമാക്കി മാറ്റാൻ മതിയായവനാണ് യേശു ക്രിസ്തു. വിലാപ വസ്ത്രത്തെ അഴിച്ചു കളഞ്ഞ് ആനന്ദത്തിൻ്റെ പുതിയ വസ്ത്രം ധരിപ്പിക്കാൻ മതിയായവനായ യേശു ക്രിസ്തു. ഈ കർത്താവിൻ്റെ പക്കലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഏത് മേഖലയെക്കുറിച്ചോർ നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടുന്നു, ആ മേഖലയിൽ കർത്താവിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആ മേഖല കർത്താവ് ഒന്ന് കാണാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണല്ലോ. രണ്ട് കരങ്ങളും യേശുവിൻ്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ച്, ഓ ദൈവമേ, അങ്ങ് ഞങ്ങളെ കാണണമേ, അങ്ങ് ഞങ്ങളെ സ്പർശിക്കണമേ. എല്ലാവർക്കും ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ഞങ്ങളെ കാണണമേ കർത്താവേ. ഞങ്ങളെ കാണുവാൻ നിന്റെ പരിശുദ്ധമായ കണ്ണുകളെ തുറക്കണമേ കർത്താവേ. യേശുവേ, ഞങ്ങളെ കാണണമേ. യേശുവേ, ഞങ്ങളെ സ്പർശിക്കണമേ. യേശുവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമേ നന്ദി. ഈ നിമിഷങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ചില മാതാപിതാക്കന്മാർ അവരുടെ പ്രിയപ്പെട്ട മക്കളെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെടുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് കർത്താവ് തൻ്റെ കൃപ ഒഴുക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. യേശു കുഞ്ഞുങ്ങളെ കാണാൻ തക്ക രീതിയിൽ, യേശുവിൻ്റെ ആത്മാവ് കുഞ്ഞുങ്ങൾ പ്രവർത്തിക്കാൻ തക്ക രീതിയിൽ നമ്മൾ എളിമപ്പെട്ട് കുഞ്ഞുങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിശ്വാസ പ്രമാണം കൂടി ചൊല്ലി പ്രാർത്ഥിക്കണം. രണ്ട് കരങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്താം. മനസ്സ് ഏകാഗ്രമാക്കി കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്താം. ഇരു കരങ്ങളും നാഥന്റെ പക്കലേക്ക് ഉയർത്തി ഈ നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യേശ്വര ആശീർവാദം നമ്മൾ സ്വീകരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തന്റെ പരിശുദ്ധമായ കരങ്ങൾ നിങ്ങളെ സ്പർശിക്കട്ടെ. യേശുവേ നന്ദി. കർത്താവേ, ഈ നിമിഷങ്ങളിൽ ഓരോ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അത്ഭുതകരമായ നാമത്തിൽ കുട്ടികളിൽ കുടിയിരിക്കുന്ന എല്ലാ കുട്ടിപ്പിശാച്ചും അന്ധകാര ശക്തികളും പൈശാചിക ഉപദ്രവങ്ങളും വിട്ടുമാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, നിന്റെ സ്നേഹം അനുഭവിക്കാൻ കുഞ്ഞുങ്ങളെ തടസ്സപ്പെടുത്തുന്ന സകല തിന്മകളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, വിട്ടുകഴിഞ്ഞു പോകട്ടെ. ചിത്ത കൂട്ടുകെട്ടുകളുടെ ദുരാത്മാവ്, ഇന്റർനെറ്റിന് അമിതമായ ഉപയോഗം, ടിവിയുടെ അഡിക്ഷൻ, അശുദ്ധമായ ബന്ധങ്ങൾ യേശു നാമത്തിൽ വിട്ടുമാറിപ്പോയി കുഞ്ഞുങ്ങൾ യേശുവിനെ കാണാൻ തക്ക രീതിയിൽ, യേശു കുഞ്ഞുങ്ങളെ കാണാൻ തക്ക രീതിയിൽ സ്വർഗീയ അഭിഷേകങ്ങൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. എൻ്റെ വീട്
തൃക്കൂര്, പേര് റോസി. എനിക്ക് 14 വയസ്സുള്ളപ്പോൾ ഈ പുറത്തെ വേദന ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇരിക്കാൻ സാധിക്കില്ല, പുറങ്ങനെ തരിച്ചു കയറി വലിയൊരു മുഴ പോലെ വരും. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞാൻ എവിടെയെല്ലാം പോയി, ഈ മുഴ എനിക്ക് മാറ്റി തരണേ. തരിപ്പിനോണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല. 47 വർഷമായി. അത് ഇന്നലെ സൗഖ്യം കിട്ടി. 47 വർഷമായിട്ടാണ് പ്രിയപ്പെട്ട സഹോദരൻ ഉണ്ടായിരുന്ന ആ രോഗപീഠ, പുറവൊക്കെ വലിഞ്ഞൊരു പ്രത്യേക മസിലൊക്കെ ഉരുണ്ട് കൂടി മുഴ പോലെ ഇരിക്കുകയായിരുന്നു. ഇതാ ഇന്നലത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം പിന്നെ അങ്ങനെ അവസ്ഥ ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഞാനങ്ങ് കൈയടിച്ച് ദൈവത്തെ ആരാധിക്കാം. ദൈവമേ നന്മകളെയോർത്തു പാടി സ്തുതിച്ചിടുന്നു. ദൈവമേ നന്മകളെയോർത്തു പാടി സ്തുതിച്ചിടുന്നു. ഹല്ലേലൂയ മറനാത്ത. Come, Lord Jesus.